വാർത്തകൾ വിശദമായി. യുവമോർച്ച സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി. BPCLന്റെ വിവിധ പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അതേസമയം മുഖ്യമന്ത്രി 2:40 കൊച്ചിയിൽ എത്തിച്ചേരും. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, വിശദാംശങ്ങൾ എന്താണ്? പ്രധാനമന്ത്രി ഇതിനകം എത്തിയിട്ടുണ്ട്. നാവികസേന വിമാനത്താവളത്തിൽ 2:10 പ്രധാനമന്ത്രി എത്തി. തുടർന്ന് അദ്ദേഹം റോഡ് മാർഗം ഇപ്പോൾ റിഫൈനറിയിലേക്ക് എത്തിയിട്ടുണ്ട്. റിഫൈനറിയിലെ പദ്ധതികൾ അദ്ദേഹം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതിനുശേഷം പൊതുവേദിയിലെത്തി ചടങ്ങിൽ പങ്കെടുക്കും. ഗവർണർ പി സദാശിവം, കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, കേന്ദ്രമന്ത്രി അൽഫോൻസ് കണ്ണന്താനം, MP-മാർ, MLA-മാർ എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിക്ക് കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലെത്താൻ ഏർപ്പെടുത്തിയിരുന്ന നാവികസേനാ വിമാനം തകരാറിലാവുകയും യാത്ര വൈകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ കൊച്ചിയിൽ എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ ചടങ്ങുകൾ പൂർത്തിയായതുടൻ പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് പുറപ്പെടും. തൃശ്ശൂരിൽ യുവമോർച്ച സംസ്ഥാന സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രിയുടെ മറ്റൊരു പരിപാടി. കൊച്ചിയിൽ 2 പരിപാടികൾ മാത്രമാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ഇന്ന് വൈകിട്ട് തന്നെ അദ്ദേഹം തൃശ്ശൂരിലെ പൊതുസമ്മേളനത്തിന് ശേഷം ദില്ലിക്ക് മടങ്ങുകയും ചെയ്യും. സാലി, മുഖ്യമന്ത്രി അല്പസമയം മുൻപ് പുറപ്പെട്ടിരുന്നു. അദ്ദേഹം കൊച്ചിയിൽ എത്തിച്ചേർന്നോ? അല്പസമയത്തിനകം മുഖ്യമന്ത്രി കൊച്ചിയിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അദ്ദേഹത്തിന് തയ്യാറാക്കിയിരുന്ന ആദ്യ വിമാനം തകരാറിലായതിനെ തുടർന്ന് രണ്ടാമതൊരു വിമാനം എത്തിച്ച് ഹെലികോപ്റ്റർ എത്തിച്ച് അതിലാണ് അദ്ദേഹം കൊച്ചിക്ക് പുറപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പൊതുവേദിയിൽ ചടങ്ങ് ആരംഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ചടങ്ങ് ആരംഭിക്കുന്നതോടുകൂടി മുഖ്യമന്ത്രി എത്തിച്ചേരും എന്ന വിവരമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. സാലി, ഒപ്പം ഈ മാസത്തിനിടെ തന്നെ ഇത് 2ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നത്. ഒപ്പം തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തന്നെ പറയാം. കാരണം ആദ്യത്തെ പരിപാടി നമുക്കറിയാം, കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പരിപാടിയായിരുന്നു. അന്ന് തന്നെ BJPയുടെ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനമായ BPCLന്റെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുന്നു. തുടർന്ന് അദ്ദേഹം BJPയുടെ യുവമോർച്ചയുടെ സംസ്ഥാന സമ്മേളനത്തിൽ, അതായത് ഈ 2 പരിപാടികളുടെയും ഒരു സവിശേഷത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പൊതുപരിപാടിയിൽ ഒന്ന് കേന്ദ്ര സർക്കാരിന്റേതായ ഔദ്യോഗിക പരിപാടി, മറ്റൊന്ന് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പാർട്ടിയായ BJPയുടെ മറ്റൊരു പരിപാടിയുമാണ് ഉള്ളത്. ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം വേദിയിലേക്ക് എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രി റിഫൈനറി സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം പൊതുവേദിയിലെത്തും എന്ന ഇവിടെ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ രാഷ്ട്രീയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. BJP സംഘപരിവാരും അത്തരത്തിലൊരു പ്രചരണത്തിന് സ്വാഭാവികമായും പ്രധാനമന്ത്രി ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിക്കൊപ്പം സംഘപരിവാറിന്റെയും BJPയുടെയും ഒരു സമാന്തര പരിപാടി കൂടി പ്രധാനമന്ത്രിയുടെ എല്ലാ സന്ദർശന പരിപാടികളിലും ഉൾപ്പെടുന്നത് എന്ന് നമ്മൾ കൂട്ടി വായിക്കേണ്ടി വരും. വ്യക്തമാണ് സാലി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ എത്തിയിരിക്കുന്നു. BPCLന്റെ വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി അല്പസമയത്തിനകം കൊച്ചിയിൽ എത്തിച്ചേരും. വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്. BPCLന്റെ വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. BPCLന്റെ വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അല്പസമയം മുൻപാണ് കൊച്ചി വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി എത്തിച്ചേർന്നത്. ഗവർണർ അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കുന്നു. ഇത് 2ാം തവണയാണ് കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസത്തിനിടെ തന്നെ എത്തുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിച്ചേരും. മോദി കേരളത്തിൽ വരുമ്പോൾ പാർട്ടിയിലും മുന്നണിയിലും തമ്മിൽ തല്ലും തർക്കങ്ങളുമാണ് എന്നുള്ള സാഹചര്യം കൂടി ഉണ്ട്. യുവമോർച്ചയുടെ പരിപാടിയിലും നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട്.
മറ്റു വാർത്തകളിലേക്ക്. മലയാളികളെ അപമാനിച്ച കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. അംഗീകാരം ലഭിക്കുന്നതുവരെ പരിഹസിക്കുന്നത് മലയാളികളുടെ ജനിതക പ്രശ്നമെന്ന കണ്ണന്താനം. ഈ ജനിതക പ്രശ്നം ഉള്ളതുകൊണ്ടാണ് പത്മഭൂഷൺ ജേതാവായ നമ്പി നാരായണനെ സെൻകുമാർ വിമർശിച്ചതെന്നും കണ്ണന്താനത്തിന്റെ പരാമർശം. RSSന്റെ കൊള്ളരുതായ്മകൾക്ക് മലയാളികളെ പഴിചാരേണ്ട കാര്യമില്ലെന്ന് M സ്വരാജിന്റെ മറുപടി. നമ്പി നാരായണന് പത്മഭൂഷൺ ശുപാർശ ചെയ്തത് BJP എംപിയായ രാജീവ് ചന്ദ്രശേഖർ. ശുപാർശ പരിശോധിച്ച് രാഷ്ട്രപതിക്ക് നൽകിയത് BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ. ഇത് അംഗീകരിച്ചാണ് നമ്പി നാരായണൻ രാഷ്ട്രപതി പത്മഭൂഷൺ നൽകുന്നതായി പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് സമീപകാലത്ത് കേരളത്തിൽ BJPയുടെ നാക്കായി മാറിയ സെൻകുമാർ മാത്രമാണ്. എന്നാൽ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ആവട്ടെ സെൻകുമാറിന്റെ പ്രസ്താവന മലയാളി സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ജനിതക പ്രശ്നമായി പരിഹസിക്കുന്നു. എന്റെ കാഴ്ചപ്പാട് നല്ല കാര്യങ്ങളൊക്കെ കേരളത്തിൽ വരുമ്പോൾ ഇത് മലയാളിക്ക് കിട്ടിയതാ. നമ്മളെല്ലാം കൊണ്ട് ആഘോഷിക്കേണ്ട കാര്യങ്ങളാ. നമ്മൾ ഇതിനെപ്പറ്റി ഇനിയിപ്പോൾ വ്യാഖ്യാനങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നല്ല കാര്യം എവിടെ നിന്നാലും ഏത് മലയാളിക്ക് സംഭവിച്ചാലും അതെല്ലാം നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ. എന്തെങ്കിലും നല്ലത് മലയാളിക്ക് കിട്ടിയാൽ അതിനെ പാറ വെക്കാൻ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മലയാളി തന്നെയാണ്. അങ്ങനെ നമുക്ക് മാനസികമായ ചെറിയൊരു DNA പ്രശ്നമുണ്ട് നമുക്ക്. RSSന്റെ കൊള്ളരുതായ്മയ്ക്ക് എന്തിനാണ് കണ്ണന്താനം മലയാളികളെ പഠിക്കുന്നതെന്ന് M സ്വരാജും പ്രതികരിച്ചു. ഒരു സെൻകുമാർ പറഞ്ഞ ഹീനമായ വാക്കുകളുടെ പേരിൽ എങ്ങനെയാണ് മലയാളി സമൂഹത്തെ ആകെ പ്രതിക്കൂട്ടിൽ നിർത്തുക? ആകെ മലയാളികളുടെ പ്രതിനിധിയായി ആരാണ് സെൻകുമാറിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്? ജനിതക പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. ഇവർ രണ്ടുപേരും ഒരു പാർട്ടിയുടെ ആളുകളാണ്. കുറച്ച് നേരത്തെ RSSലേക്ക് കടന്നു ചെന്ന് അവരുടെ നിലപാടുകളുടെ ഭാഗമായി ജനങ്ങളുടെ മുൻപിൽ പരിഹാസ്യരായി നിൽക്കുന്ന ആളാണ് അൽഫോൺസ് കണ്ണന്താനം. അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ഇപ്പൊ ചെന്നിട്ടുള്ള ആളാണ് സെൻകുമാർ. ഈ രണ്ടുപേരും പറയുന്ന വാചകങ്ങൾ കേൾക്കുമ്പോൾ, അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഈ പറഞ്ഞ ജനിതക പ്രശ്നത്തിന്റെ സംശയം ജനങ്ങൾക്കുണ്ടാവാം. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ആരോപിക്കാനോ ആക്ഷേപിക്കാനോ പോയിട്ടില്ല. അതിന് മലയാളികൾ എന്ത് പഴച്ചു? ഇവർ മലയാളികളായി പോയി എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സമൂഹത്തെ മുഴുവൻ ആക്ഷേപിക്കുകയാണല്ലോ ചെയ്യുന്നത്. നിങ്ങളുടെ പ്രശ്നത്തിന് നിങ്ങൾ ഒരു സമൂഹത്തെ ആക്ഷേപിക്കുന്നതിന് RSSകാരുടെ വിവരമില്ലായ്മയ്ക്കും സഹജമായിട്ടുള്ള അബദ്ധങ്ങൾ പറയുന്നതിനും അപഹാസ്യമായ നിലപാട് സ്വീകരിക്കുന്നതിനും ഒരു സമൂഹത്തെ എന്തിനാ പഴിക്കേണ്ട കാര്യം? മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരനെ താഴെയിറക്കാൻ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള A ഗ്രൂപ്പ് നേതാക്കളും സെൻകുമാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ചാരക്കേസെന്ന് വ്യക്തമായിരുന്നു. എന്നാൽ സെൻകുമാറിന്റെ ആരോപണത്തോട് പ്രതികരിക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറല്ല. സെൻകുമാർ ഈ നമ്പി നാരായണനെതിരെ പറഞ്ഞ വലിയ ആരോപണങ്ങളുണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് കാണുന്നത്? യാതൊരു ബന്ധവുമില്ല. DGP ആയിരുന്നു. ചാരക്കേസുമായിട്ടൊക്കെ ബന്ധമുള്ള സംഭവമാണ്. പത്മഭൂഷൺ കിട്ടിയ ആളെ ഇങ്ങനെ അപമാനിക്കുന്ന സംശയനാരായണന് പത്മഭൂഷൺ കൊടുത്തതുമായി ബന്ധപ്പെട്ട് അത് ഒരു വിവാദമാക്കേണ്ട കാര്യമുണ്ടോ? സാർ എന്താണ് അങ്ങനെ കാണുന്നത്? കേന്ദ്ര ഗവൺമെന്റ് നൽകിയൊരു അംഗീകാരമല്ലേ അതിനെ? സെൻകുമാറിന്റെ പ്രസ്താവന എങ്ങനെയാണ് സാർ കാണുന്നത്? അല്ല, ഒരു വിവാദമാക്കേണ്ട ആവശ്യമുണ്ട് സാർ. ആക്ഷേപങ്ങൾ ശ്രദ്ധിച്ചിരുന്നു സാറേ. ഇതിനിടയിൽ മനുഷ്യാവകാശ പ്രവർത്തകനായ നൌഷാദ് തെക്കേതിൽ സെൻകുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകി. ന്യൂസ് ഡെസ്ക്. നമ്പി നാരായണനെതിരായ സെൻകുമാറിന്റെ പ്രസ്താവന മാന്യതയില്ലാത്തതാണെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. അവാർഡിന്റെ യുക്തി അത് നിശ്ചയിക്കുന്ന കമ്മിറ്റികളുടെ താൽപര്യമാണ്. അത് അംഗീകരിക്കാതെ കുറ്റപ്പെടുത്തുന്നത് അപഹാസ്യമാണെന്നും സ്പീക്കർ പറഞ്ഞു. എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തതെന്നുള്ളതിനെ സംബന്ധിച്ച് അവാർഡ് കൊടുത്തവർക്കൊരു യുക്തിയുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ ഒരു അവാർഡ് ലഭിച്ചയാളെ ആ നിമിഷം തന്നെ ആക്ഷേപിക്കാൻ മുതിരുന്നത് എന്തിൻ്റെ പേരിലായാലും അത്ര മാന്യമായൊരു ഇടപാടല്ല. ആ ലോജിക്ക് എന്തായിരുന്നു എന്നുള്ളത് അന്വേഷിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ അതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം എടുത്തിയാടി പറയുന്നത് അത് അപഹാസ്യമായൊരു കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തിച്ചേർന്നു. BCPLന്റെ വിവിധ പരിപാടികൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പിണറായി വിജയൻ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും വേദിയിലേക്ക് നമുക്ക് സഹർഷം സാദരം സ്വാഗതം ചെയ്യാം. അഭിവന്ദരെ, ഭാരത് പെട്രോളിയം കോർപ്പറേഷനും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയവും നിങ്ങളെ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. On behalf of Bharat Petroleum Corporation Limited, under the Ministry of Petroleum and Natural Gas, it's my privilege to extend a very warm welcome to each one of you to the dedication ceremony of Bharat Petroleum's integrated refinery expansion complex at Kochi Refinery
and the mounted storage facility of Indian Oil Corporation at Cochin Bottling Plant. We will also witness the foundation stone laying of BPCL's petrochemical complex at Kochi Refinery and the Skill Development Institute at Etumanur. The Integrated Refinery Expansion Complex IREP has been constructed at an approximate cost of 16,504 crore rupees, and it has transformed Kochi Refinery as the largest public sector refinery with world-class facilities. The dedication also marks a milestone of making eco-friendly Bharat Stage 4 fuels accessible not only to Kerala but to the whole of South India. This has paved way to BPCL's foray into petrochemical and augmentation of LPG storage. Ladies and gentlemen, we are truly blessed by the presence of Shri Narendra Modi ji, our Honorable Prime Minister, the much worshipped leader of the masses and a well-respected global statesman who will dedicate these major facilities and initiate further development. Let's now welcome this great son of our country to our home state Kerala with a Ponnada, the traditional shawl of Kerala. I would request the Secretary, Ministry of Petroleum and Natural Gas, Dr. M.M. Kuti, to do the honors. Welcoming the Honorable Prime Minister in the presence of other dignitaries with a Ponnada. As a mark of our respect and gratitude for gracing this occasion with a towering presence, let's also present a memento to the Honorable Prime Minister. Chairman and Managing Director of BPCL, Shri D. Rajkumar, will now present the memento to the Honorable Prime Minister. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മഹനീയ സാന്നിധ്യത്താൽ ധന്യമായ ഈ ചടങ്ങിൽ അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി ഉപഹാരം സമ്മാനിക്കുന്നു BPCLന്റെ CMD ശ്രീ രാജ്കുമാർ. We are indeed fortunate to have many distinguished dignitaries here to grace today's function. May I request the Chairman and Managing Director of BPCL to welcome the Honorable Governor of Kerala, Justice Shri P. Sadashivam. Hearty welcome, sir. The Honorable Chief Minister of Kerala, Shri Pinarayi Vijayan. കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ, the Honorable Union Minister for Petroleum and Natural Gas and Minister for Skill Development and Entrepreneurship. Shri Dharmendra Pradhan. Honorable Union Minister of State for Tourism with Independent Charge, Shri Alphonse Kannandanam. നമ്മുടെ സ്വന്തം നാട്ടുകാരനായ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ അൽഫോൻസ് കണ്ണന്താനം. Honorable Member of Parliament of Ernakulam constituency and former Union Minister Professor K.V. Thomas is here. Hearty welcome, sir. Honorable Member of Parliament Shri Richard Hay, Professor Richard Hay. And finally, Honorable MLA of Kundatanad constituency, Shri V.P. Sajindran. Thank you, sir. May I now request Shri Dharmendra Pradhan, the Dynamic Minister for Petroleum and Natural Gas and Minister for Skill Development and Entrepreneurship, to welcome the dignitaries and the august gathering. Namaskaram. The most popular leader of the country, Honorable Prime Minister Shri Narendra Modi ji, Honorable Governor Justice P. Sadashivam, Honorable Chief Minister Shri Pinarayi Vijayan ji, Honorable Union Minister for Tourism, my friend Alphonse, Honorable Member of Parliament Professor K.V. Thomas ji, Honorable Member of Parliament Professor Richard Hay, Honorable MLA Shri V.P. Sajindran ji, Senior officials of Ministry of Petroleum, BPCL, IOCL, Government of Kerala, family members of BPCL, employees of Kochi Refinery, friends from media, ladies and gentlemen. Today is a historic occasion when we have Honorable Prime Minister with us to dedicate the nation
the integrated refinery expansion project of Kochi refinery and mounted storage vessels of IOCL LPG bottling plant in Kochi. Today, Honorable Prime Minister will also lay the foundation stone of petrochemical complex in Kochi refinery and the Skill Development Institute at Ethnomore. I welcome and express my gratitude to Honorable Prime Minister Shri Narendra Modi ji for gracing the occasion. I also welcome the other dignitaries on the dais. Beginning with a modest capacity of only 2.5 million metric ton per annum, the Kochi refinery, after expansion with a production capacity of 15.5 million metric ton per annum, has become the largest public sector refinery in India. It was an effort to meet the growing energy needs, especially of South India, and also to make environment-friendly auto fuels. The expansion project was completed in time, during which indirect employment was provided to more than 20,000 people. Permanent direct and indirect employment for about 500 people has been created after commissioning of the units. Today, Honorable Prime Minister is also laying the foundation stone of petrochemical complex. BPCL is strategically entering the petrochemical sector to reduce dependency of country on import of petrochemicals, which is used to produce a wide range of daily use articles as paints, printing inks, automotive parts, diapers, cosmetics, pharmaceutical, etc. The total investment for those petrochemical projects is approximately 16,400 crore. I understand this will reduce the import to extent 13,000 crore per year, which is quite substantial. Feedstock available from BPCL for production of other value-added products will lead to establishment of ancillary unit, which will give boost to local economy and generate substantial employment in the state of Kerala. Honorable Prime Minister is also dedicating to nation the Indian Oil Corporation mounted storage facility at its bottling plant. This LPG storage includes 3 bullets of 1200 metric ton each and was set up at a total cost of around 52 crores. BPCL, along with other oil companies, has promoted as a skill development institute at Kochi to provide vocational training to youth and enhance their employability and entrepreneurship in oil and gas sector and other industries. First campus was set up at Inkel Business Park, Angamali, with all modern facility in 36,500 square foot area. The second campus is to be set up at 8 acre of leased land at Government ITI campus at Ethnomore, Kottayam district. The state-of-art world-class institute will skill 1,000 students every year in 20 different trades in a built-up area of 1 lakh square foot and is expected to commence by mid-2020. Honorable Prime Minister will lay the foundation stone of this institute. Friends, Kochi has now emerged an important hub for petroleum infrastructure. We have a LNG terminal in Kochi which can cater to the need of natural gas for the state of Kerala and Karnataka once connecting pipelines are laid down. It has now a world-class refinery, petroleum sector skill development institute and LNG academy. With petrochemical complex coming up in Kochi, it will give a quantum jump to the hydrocarbon portfolio of the city and the state of Kerala. 8 districts are being connected with city gas infrastructure in Kerala and 3 more districts will be connected very soon. Friends, Honorable Prime Minister has always given importance to the energy sector given its linkage to development and alleviation of poverty. He has defined 4 pillars of energy foundation for India: energy access, energy efficiency, energy sustainability and energy security. Under his guidance, we are promoting alternative fuels like ethanol, compressed biogas, coal to gas and many more similar initiatives. In last 4.5 years, we have made attempt to make infrastructure to develop India as a refining and petrochemical hub of the world. I am happy that within this large canvas, Kochi will remain a bright spot. Thank you, friends. Thank you very much, sir.
We have with us today the Honorable Chief Minister of Kerala, Shri Pinarayi Vijayan, under whose astute leadership the state of Kerala is moving on the path towards sustained growth. May I now invite the Honorable Chief Minister to deliver his address. കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ വിശിഷ്ട സാന്നിധ്യം നമുക്ക് ഏറെ സന്തോഷകരമാണ്. അദ്ദേഹം ഇപ്പോൾ സദസ്സരെ സംബോധന ചെയ്യുന്നു. ഏറ്റവും ആദരവോടെ കേരളത്തിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചുകൊള്ളുന്നു. സഹോദരീ സഹോദരന്മാരെ, കൊച്ചിയിൽ റിഫൈനറിയുടെ വികസനവുമായി ബന്ധപ്പെട്ട 2 പദ്ധതികൾ നാടിന് സമർപ്പിക്കുന്നതിനു വേണ്ടിയാണ് ബഹുമാനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ധർമ്മേന്ദ്ര പ്രധാൻജിയും ഉണ്ട് എന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇതോടൊപ്പം തന്നെ മറ്റ് 2 പദ്ധതികൾക്ക് കൂടി ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൊച്ചിൻ റിഫൈനറിയുടെ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിൻ്റെ ആകെ വികസനത്തിന് മുതൽ കൂട്ടുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. കൊച്ചി റിഫൈനറിക്ക് എന്നും അതിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും ഉതകുന്ന നിലപാടുകളാണ് സംസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാകും. പുതിയ സംരംഭങ്ങൾക്ക് വേണ്ട ഭൂമി ലഭ്യമാക്കിയതും കാലാകാലങ്ങളായി അത്തരത്തിൽ ആവശ്യമായ എന്തിനും ഭൂമി ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നതും സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഇൻ്റഗ്രേറ്റഡ് റിഫൈനറി എക്സ്പാൻഷൻ പദ്ധതിക്ക് വേണ്ടി ചെലവായത് 16,504 കോടി രൂപയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നിക്ഷേപങ്ങളിൽ ഒന്നാണിത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി യാഥാർത്ഥ്യമാവാൻ ആവശ്യമായ നികുതി ഇളവുകൾ നൽകുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത്. കേരളത്തിലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളെയെല്ലാം ഇത്തരത്തിൽ മെച്ചപ്പെടുത്തുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഇൻസ്ട്രുമെൻറ്റേഷൻ ലിമിറ്റഡ്, എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്, ന്യൂസ്പെറ്റ് ലിമിറ്റഡ് എന്നിവയുടെയൊക്കെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് പരിശോധിച്ചാൽ അത് വ്യക്തമാവുന്നതാണ്. ഏറ്റവും അവസാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് വരെ സംസ്ഥാനം നേരിട്ട് മുൻകൈ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്തരം നിലപാടുകൾ എടുക്കുന്നത് പൊതുമേഖലയെ ശക്തിപ്പെടുത്തണമെന്ന നയപരമായ സമീപനം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഫാക്ടിൻ്റെ നവീകരണത്തിനുതകുന്ന വിധത്തിൽ സംസ്ഥാനത്തിൻ്റെ മുൻകൈയിൽ ഒരു പെട്രോ കെമിക്കൽ പാർക്ക് യാഥാർത്ഥ്യമാക്കാൻ നടത്തുന്ന ശ്രമം. 1427 കോടി രൂപയാണ് കേരള സർക്കാർ ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാവാൻ ഫാക്ടിൻ്റെ ഭൂമി കൈമാറ്റം ചെയ്യേണ്ടതുണ്ട്. 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഈ പെട്രോ കെമിക്കൽ പാർക്കിലേക്ക് വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്നിവിടെ തറക്കല്ലിടുന്ന പെട്രോ കെമിക്കൽ കോംപ്ലക്സിൽ നിന്നുണ്ടാവുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് വലിയ മുതൽക്കൂട്ടാവുന്ന ഒന്നായിരിക്കും നിർദ്ദിഷ്ട പെട്രോ കെമിക്കൽ പാർക്ക്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഉതകുന്ന പദ്ധതിയാണത്. ഇന്ന് തറക്കല്ലിടുന്ന മറ്റൊരു സംരംഭം ഏറ്റുമാനൂരിലെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, SDI. കേരള സർക്കാർ BPCL-ഉം മറ്റ് എണ്ണ കമ്പനികളുമായി ചേർന്ന് ഒരു നൈപുണ്യ വികസന കേന്ദ്രത്തിന് അങ്കമാലിയിലെ ഇൻഗൽ ബിസിനസ് പാർക്കിൽ ആരംഭം കുറിച്ചിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയായി ഏറ്റുമാനൂരിൽ ഇത്തരത്തിലൊരു
SDI യാഥാർത്ഥ്യമാകുന്നു എന്നതിൽ സന്തോഷമുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ് വ്യവസായത്തിൻ്റെ വിവിധ മേഖലകളിൽ ചെറുപ്പക്കാർക്ക് നൈപുണ്യ വികസനം നൽകാനും അങ്ങനെ അവരെ ആഗോള രംഗത്തെ തന്നെ ഈ മേഖലയിലെ മെച്ചപ്പെട്ട തൊഴിലുകൾക്കായി സജ്ജരാക്കാനും ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെടുന്നതും തറക്കല്ലിടുന്നതുമായ പദ്ധതികൾ നമ്മുടെ രാജ്യത്തിനാകെ അഭിമാനകരമായ വിധത്തിൽ വളരട്ടെ എന്നും രാഷ്ട്ര പുരോഗതിക്ക് വഴിവെക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദ്യം. സദസ്സിനെ സംബോധന ചെയ്ത് സംസാരിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. Ladies and gentlemen, next we have a short film, New Age, New India, on the projects being showcased today. May I invite your attention to the screen, please. ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന വിവിധ പദ്ധതികളെ നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ലഘുചിത്രമാണിനി. अपने मन में एक लक्ष्य लिए, मंजिल अपनी प्रत्यक्ष लिए, हम तोड़ रहे हैं जंजीरें, हम बदल रहे हैं तस्वीरें. ये नवयुग है, ये नव भारत है. Bharat Petroleum Kochi Refinery, the energy house of southern India, now on a trailblazing effort to shape the new age, the new India. The new modern refinery complex has put BPCL Kochi Refinery in the world-class league, making it the largest public sector refinery in the country. Further strengthening the Fortune 500 and Maharatna company, Bharat Petroleum Corporation Limited. This was made possible by the Integrated Refinery Expansion Project, IREP, which was indeed a kind of Bhagiratha Prayatna. Strategically, the IREP units are also configured to produce 500,000 tons of propylene, leading BPCL's foray into petrochemicals, which goes into the making of most of the marvels of the present world. Now, BPCL embarks on the second venture to set up a petrochemical complex to produce polyols. This would attract many ancillary industries and transform Kochi into the petrochemical hub of southern India. Today, our Prime Minister Narendra Modi dedicates the IREP complex to the nation and lays the foundation stones of the petrochemical complex and the second campus of Skill Development Institute at Ettumanu. An initiative to skill the Indian youth and empower them to meet the challenges of today and tomorrow. Our Prime Minister also dedicates Indian Oil Corporation's mounted LPG storage facility at its Cochin bottling plant to the nation. India, a nation surging towards new boundaries of growth and development. പ്രിയമുള്ളവരെ, നാം കാത്തിരുന്ന ആ ധന്യ മുഹൂർത്തമാണിനി. We move on to the most eagerly awaited moment of the function. The Honorable Prime Minister of India, Shri Narendra Modi ji, will now dedicate the integrated refinery expansion complex to the nation. May I request the other dignitaries to please join the Honorable Prime Minister. The Honorable Prime Minister will now press the button unveiling the plaque. IREP കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇപ്പോൾ നിർവഹിക്കുകയാണ്. നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ശിലാഫലകം ഇവിടെ അനാച്ഛാദനം ചെയ്യപ്പെടുകയാണ്. Next, we have the dedication of the mounted type LPG storage vessel of Indian Oil Corporation at its Kochi bottling plant. Let me request the Honorable Prime Minister
to press the button and dedicate the facility. LPG storage vessel of Indian Oil Corporation at its Kochi bottling plant. The second facility is now being inaugurated by the Honorable Prime Minister. This has enhanced the capacity to 4,350 metric tons and will benefit lakhs of households across 7 districts of Kerala. Ladies and gentlemen, the Honorable Prime Minister will now lay the foundation stone of the proposed Bharat Petroleum's petrochemical complex at Kochi Refinery. I would once again request the Honorable Prime Minister to press the button. This Make in India initiative is expected to go on stream by 2022 and will result in reduction of imports and considerable saving of foreign exchange. Foundation stone of the proposed Bharat Petroleum's petrochemical complex. And now, the Honorable Prime Minister will remotely lay the foundation stone for Skill Development Institute at A. Tumanur, Kottayam. The institute, promoted by BPCL along with other oil companies, aims at providing vocational training to the youth and enhance their employability and entrepreneurship in oil and gas industry. The Honorable Prime Minister will now address the esteemed guests and audience. Thank you. Governor Justice P. Sathasivam, Chief Minister Sri Pinarayi Vijayan ji, my colleague in Union Government Sri Dharmendra Pradhan ji, Sri Alphonse ji, MP Sri K.B. Thomas, MP Professor Richard Hay, MLA Sri B.P. Sajindaran, कोचीले सहोदरी सहोदरन मारे एलार्कोम अंटे नमस्कारम. I'm happy to be here at Kochi, the king of Arabian Sea, the Blue Sea, the backwaters, the great Periyar River, the greenery all around, and its dynamic people make Kochi indeed a queen among the cities. It was from here that the greatest Indian sage, Adi Shankara, embarked on his epic journeys across India to protect the Indian civilization and unify the country. Today is a historic day when the largest industrial unit of Kerala is entering in next phase of development. It is indeed a proud moment, not just for Kerala, but also for the entire nation. Bharat Petroleum's Cochin refinery had played a critical role in popularizing the clean fuel LPG among masses in Kerala and neighboring states for more than 50 years. I recall my childhood when I had seen many mothers struggling with the firewood stove in the kitchen. Ever since, I had always thought of improving their situation and providing healthy kitchens to the mothers and sisters of India. The Ujjwala scheme of the government of India is a way to realize the dream. I am happy that since May 2016, nearly 6 crore LPG connections have been provided
to the poorest of the poor in our country under Ujjwala Yojana. Friends, more than 23 crore LPG consumers have joined the PAHAL scheme. PAHAL has helped in identifying ghost accounts, multiple accounts, and inactive accounts. PAHAL has entered into the Guinness Book of World Records as the largest direct benefit transfer scheme in the world. Over 1 crore customers have given up LPG subsidy under Give It Up initiative. By doubling the LPG production with the help of recent expansion, Kochi refinery is making a great contribution toward Ujjwala. To overcome environment pollution, the government of India is promoting the use of environment-friendly transport fuel, that is CNG, by expanding the coverage of city gas distribution network in the country. After the successful completion of 10th CGD bidding round, more than 400 districts of country will be connected for providing pipe gas supply. The National Grid or Pradhan Mantri Urja Ganga has also been created to have a gas-based economy and enhance the share of gas in the energy basket. The government has thought of developing additional 15,000 kilometers of gas pipeline network to cut down on import of crude oil. Government has taken decisive steps towards reducing imports by 10% and saving precious foreign exchange. To this end, the second generation ethanol to lignocellulose route has been adopted by oil PSUs for establishing 12 2G ethanol plants in 11 states. 6 MOUs have already been signed in this direction. The Indian refinery industry had done well in establishing itself as a major player globally. India, which is second largest oil refinery in Asia, is emerging as a refinery hub with refining more than its demand. The country's refinery capacity is currently more than 247 MMTPA. I take this opportunity to congratulate all for the timely completion of IREP. Last but not the least, I recognize the work of all those laborers who work day and night during construction. I am told that at the peak of the project, over 20,000 laborers were working at the site. In many ways, they are the real heroes of this project. The integrated refinery expansion project was also a strategic move of Bharat Petroleum to diversify into non-fuel sector. My friends,
Petrochemicals are a grade of chemicals which we do not speak much about, but they exist invisibly and touch many aspects of our daily life. This includes building materials, plastic and paints, footwear, clothing and other fabrics, or automotive parts, cosmetic and medicines. However, most of these chemicals are imported from other countries. It is our endeavor to see that these petrochemicals are manufactured in India itself. I am happy that using the capability of Kochi refinery to produce propylene after the execution of IRIP, BPCL has gone ahead with putting up 3 world-scale plants to manufacture acrylic acid. Acrylate and oxo alcohol under Make in India. These niche petrochemicals will find a use in paints, ink, coating, detergent, and in many other articles. Now BPCL is starting the construction of a petrochemical complex where it would produce polyols that find end use in forms, fibers, footwear, cosmetics, and medicines. I'm sure by all these many ancillary industries would come to Kochi. I hope the petrochemical park planned by state government would become operational soon and leverage the business opportunities provided by the petrochemical venture of BPCL. I am happy to note that BPCL, along with other PSUs, has set up a skill development institute for skilling and developing employable youth. I am delighted to lay the foundation stone of the second campus of the institute at Etmanur near the Holy Mahadev temple. I am also glad to note that Indian Oil Corporation has put out the mounted storage facility at its Cochin bottling plant around 10 kilometers from here at a cost of rupees 50 crores. This will enhance LPG storage capacity and also reduce road movement of LPG tankers. It is heartening to note that last August, when Kerala was passing through the worst floods in 100 years, BPCL Kochi refinery was kept running against all odds. I understand that many employees stayed in the refinery to ensure continuous production of petrol, diesel and LPG. This helped the rescue vehicles and helicopters to continue relief and rescue operations smoothly. I urge BPCL Kochi, this refinery, to keep up the spirit of hard work, social commitment and innovation as it moves toward its next phase of development. We are proud of Kochi refinery's contribution towards nation building. But now we have greater expectations. I wish that Kochi refinery leads
a petrochemical revolution in southern India and support the growing needs of a new India. Thank you very much. A great orator with great insights and vision. Ladies and gentlemen, with this we come to the end of the formal function. On behalf of all of us present here, sir, kindly accept our heartfelt gratitude for attending this function and making it truly memorable with your graceful presence and eloquent speech. A big thank you from the bottom of our hearts. Let's also thank the other dignitaries on the days, the Honorable Governor, the Honorable Chief Minister, Honorable Union Minister for Petroleum and Natural Gas, Honorable Union Minister of State for Tourism, Honorable MPs and Honorable MLA. We thank the dignitaries of the state, our other esteemed guests, our well-wishers and the public for making this function a grand success. Ladies and gentlemen, kindly remain seated until the dignitaries leave the day. കൊച്ചി BCPLന്റെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി സംസാരിക്കുകയായിരുന്നു. മലയാളികളെ അപമാനിച്ച കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം അംഗീകാരം ലഭിക്കുന്നതുവരെ പരിഹസിക്കുന്നത് മലയാളികളുടെ ജനിതക പ്രശ്നമെന്ന കണ്ണന്താനം. ഈ ജനിതക പ്രശ്നം ഉള്ളതുകൊണ്ടാണ് പത്മഭൂഷൺ ജേതാവായ നമ്പി നാരായണനെ സെൻകുമാർ വിമർശിച്ചതെന്നും കണ്ണന്താനത്തിന്റെ പരാമർശം. RSSന്റെ കൊള്ളരുതായ്മകൾക്ക് മലയാളികളെ പഴിചാറേണ്ട കാര്യമില്ലെന്ന് M സ്വരാജിന്റെ മറുപടി. നമ്പി നാരായണന് പത്മഭൂഷൺ ശുപാർശ ചെയ്തത് BJP എംപിയായ രാജീവ് ചന്ദ്രശേഖർ ശുപാർശ പരിശോധിച്ച് രാഷ്ട്രപതിക്ക് നൽകിയത് BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ. ഇത് അംഗീകരിച്ചാണ് നമ്പി നാരായണൻ രാഷ്ട്രപതി പത്മഭൂഷൺ നൽകുന്നതായി പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് സമീപകാലത്ത് കേരളത്തിൽ BJPയുടെ നാക്കായി മാറിയ സെൻകുമാർ മാത്രമാണ്. എന്നാൽ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ആവട്ടെ സെൻകുമാറിന്റെ പ്രസ്താവന മലയാളി സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ജനിതക പ്രശ്നമായി പരിഹസിക്കുന്നു. നല്ല കാര്യം എവിടെ നിന്നാലും ഏത് മലയാളിക്ക് സംഭവിച്ചാലും അതെല്ലാം നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ. എന്തെങ്കിലും നല്ലത് മലയാളിക്ക് കിട്ടിയാൽ അതിനെ പാര വെക്കാൻ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മലയാളി തന്നെയാണ്. അങ്ങനെ നമുക്ക് മാനസികമായ ചെറിയൊരു DNA പ്രശ്നമുണ്ട് നമുക്ക്. RSSന്റെ കൊള്ളരുതായ്മയ്ക്ക് എന്തിനാണ് കണ്ണന്താനം മലയാളികളെ പഠിക്കുന്നതെന്ന് M സ്വരാജും പ്രതികരിച്ചു. ഒരു സമൂഹത്തെ മുഴുവൻ ആക്ഷേപിക്കുകയാണല്ലോ ചെയ്യുന്നത്. നിങ്ങളുടെ പ്രശ്നത്തിന് നിങ്ങൾ ഒരു സമൂഹത്തെ ആക്ഷേപിക്കുന്നതിന് RSSകാരുടെ വിവരമില്ലായ്മയ്ക്കും സഹജമായിട്ടുള്ള അബദ്ധങ്ങൾ പറയുന്നതിനും അപഹാസ്യമായ നിലപാട് സ്വീകരിക്കുന്നതിനും ഒരു സമൂഹത്തെ എന്തിനാ പഠിക്കേണ്ട കാര്യം? മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരനെ താഴെയിറക്കാൻ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള A ഗ്രൂപ്പ് നേതാക്കളും സെൻകുമാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ചാരക്കേസെന്ന് വ്യക്തമായിരുന്നു. എന്നാൽ സെൻകുമാറിന്റെ ആരോപണത്തോട് പ്രതികരിക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറല്ല. കേന്ദ്ര ഗവൺമെന്റ് നൽകിയ അംഗീകാരമല്ലേ? അതിനെ സെൻകുമാറിന്റെ പ്രസ്താവന എങ്ങനെയാണ് സാർ കാണുന്നത്? അല്ല, ഒരു വിവാദമാക്കേണ്ട ആവശ്യം സാർ. ഇതിനിടയിൽ മനുഷ്യാവകാശ പ്രവർത്തകനായ നൌഷാദ് തെക്കേതിൽ സെൻകുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ന്യൂസ് ഡെസ്ക്. നമ്പി നാരായണനെതിരായ സെൻകുമാറിന്റെ പ്രസ്താവന മാന്യതയില്ലാത്തതാണ് എന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. അവാർഡിന്റെ യുക്തി അത് നിശ്ചയിക്കുന്ന കമ്മിറ്റികളുടെ താൽപര്യമാണ്. അത് അംഗീകരിക്കാതെ കുറ്റപ്പെടുത്തുന്നത് അപഹാസ്യമാണെന്നും സ്പീക്കർ പറഞ്ഞു. എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തതെന്നുള്ളതിനെ സംബന്ധിച്ച് അവാർഡ് കൊടുത്തവർക്കൊരു യുക്തിയുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ ഒരു അവാർഡ് ലഭിച്ചയാളെ ആ നിമിഷം തന്നെ ആക്ഷേപിക്കാൻ മുതിരുന്നത് എന്തിൻ്റെ പേരിലായാലും അത്ര മാന്യമായൊരു ഇടപാടല്ല. ആ ലോജിക്ക് എന്തായിരുന്നു എന്നുള്ളത് അന്വേഷിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ അതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം എടുത്തിയാടി പറയുന്നത് അത് അപഹാസ്യമായൊരു കാര്യം. നമ്പി നാരായണൻ വിഷയത്തിൽ സെൻകുമാർ പറഞ്ഞത് പരമാബദ്ധമെന്ന് കാനം രാജേന്ദ്രൻ. ന്യായവും യുക്തിയും നോക്കി പരിശോധിക്കുന്നത് ശരിയല്ല. CPI നിലവിലെ 4 സീറ്റിൽ കൂടുതൽ ആവശ്യപ്പെടില്ല. MLAമാർ മത്സരിക്കുമോ എന്നത് പാർട്ടി ചർച്ച ചെയ്തിട്ടില്ലെന്നും കാനം തൃശൂരിൽ പറഞ്ഞു. അതെല്ലാ തരത്തിലുള്ള പരിശോധനയും കഴിഞ്ഞതിന് ശേഷം കൊടുക്കാറുള്ളൂ. അത് കൊടുക്കുന്നതിൻ്റെ ന്യായത്തെയും യുക്തിയെയും ആരെങ്കിലും ഒരാൾ ചോദ്യം ചെയ്യുന്നതിന് അത്ര വലിയ അർത്ഥമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അതിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ പരമാവധമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനോട് അങ്ങനെ പ്രതികരിക്കേണ്ട കാര്യമില്ല. അല്ല, മുൻ DGP ഒഴിഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് ഒരിടത്തും നിബന്ധനയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ മതി. ഇല്ല, അദ്ദേഹത്തിന് ബഹുമതി കൊടുക്കാൻ തീരുമാനിച്ചത് ഗവൺമെൻറ്റാണ്, പ്രസിഡൻ്റാണ്.
അതിന് നിലവിലുള്ള സംവിധാനമനുസരിച്ച് എല്ലാ പരിശോധനകൾക്കും ശേഷമായിരിക്കും കൊടുത്തത്. നമ്മുടെ സംവിധാനത്തിന് കീഴിൽ നമ്മൾ നൽകുന്ന ബഹുമതികൾ അത് കൊടുക്കുന്നവർ എത്ര യുക്തിപൂർവമാണ് അത് ചെയ്തത് എന്നതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെ പേരിൽ തർക്കം ഉണ്ടാക്കുന്നത് ശരിയല്ല. ഇത് ഒരു നഷ്ടപരിഹാര കേസിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അതിനൊക്കെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഇല്ല, ഞങ്ങൾ മത്സരിച്ച 4 സീറ്റ് ഞങ്ങൾ മത്സരിച്ചു. വർഗീയതയെ ചെറുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് ചാഞ്ചാട്ട മനോഭാവമാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻ പിള്ള. മൃദു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസ് തുടരുന്നത്. BJPയെ പരാജയപ്പെടുത്തി മതനിരപേക്ഷ സർക്കാർ രൂപീകരിക്കുന്നതിലും കോൺഗ്രസിന് സ്ഥാനമുണ്ടെന്ന് SRP പറഞ്ഞു. CPIMന്റെ സ്ഥാനാർത്ഥി പട്ടിക 2 ആഴ്ചയ്ക്കകമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ വ്യക്തമായ നയമുണ്ട്. ഈ രാജ്യത്തിലെ വൻകിട മുതലാളിമാരുടെയും അതുപോലെ ജന്മിമാരുടെയും രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവരാണ് ഈ നയങ്ങളാകെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. വർഗീയത സംബന്ധിച്ച് ചാഞ്ചാടുന്ന സമീപനമാണ്, മൃദുല ഹിന്ദുത്വ സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. ഈ ദൗർബല്യങ്ങളെല്ലാം കോൺഗ്രസിനുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ BJPയെ പരാജയപ്പെടുത്തി ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് കൊണ്ടുവരുന്നതിൽ കോൺഗ്രസിനൊരു സ്ഥാനമുണ്ടെന്ന് ഞങ്ങൾ കാണുന്നു. പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കരുത്താർജിച്ചെങ്കിൽ മാത്രമേ ഈ ഉറച്ച മതനിരപേക്ഷ നിലപാടിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉത്തരേന്ത്യൻ മാതൃക പിന്തുടരാൻ സംഘപരിവാറിൽ ആലോചന. ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികലയെയും പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനെയും വത്സൻ തില്ലങ്കേരിയെയും സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നു. തൃശൂർ സീറ്റിനെ ചൊല്ലി മുരളീധര കൃഷ്ണദാസ് പക്ഷങ്ങൾ തമ്മിൽ നേർക്കുനേർ. സീറ്റ് വിഭജന ചർച്ചകൾക്കായി NDA യോഗം ഈ മാസം അവസാനം ചേർന്നേക്കും. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് നാണക്കേടുണ്ടാക്കിയ BJPക്ക് പകരമായി തീവ്രമുഖമുള്ള ഹൈന്ദവ നേതാക്കൾ മത്സരത്തിനിറങ്ങണമെന്ന താഴെത്തട്ടിലെ ചിന്തയാണ് നിലവിലെ ട്രാക്ക് മാറിയോടാൻ RSS നേതാക്കളെ പ്രേരിപ്പിക്കുന്നത്. കാലങ്ങളായി തീവ്ര നിലപാടെടുക്കുന്ന KP ശശികല, RSS നേതാവ് വത്സൻ തില്ലങ്കേരി, ഹിന്ദു ഐക്യവേദി നേതാവ് രവീശ തന്ത്രി എന്നിവർ BJP ടിക്കറ്റിൽ മത്സരിക്കുമെന്നാണ് സൂചന. KP ശശികലയെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാൻ ആലോചിക്കുന്ന വിവരം സംഘപരിവാർ വൃത്തത്തിലുള്ളവർ BJP നേതാക്കളോട് ആശയവിനിമയം നടത്തിയതായും വിവരമുണ്ട്. വോട്ട് വിഹിതത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയ തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ മത്സരിച്ചേക്കുമെന്നും സൂചനയുണ്ട്. ശശി തരൂർ ഇടതുമുന്നണി ദ്വന്ദ്വത്തോട് ഏറ്റുമുട്ടാൻ പ്രാപ്തിയുള്ള ദേശീയ നേതാവെന്ന പരിവേഷവും നിർമ്മല സീതാരാമന് അനുകൂല ഘടകമായി BJP കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു. PS ശ്രീധരൻപിള്ള, കുമ്മനം രാജശേഖരൻ, സുരേഷ് ഗോപി എന്നീ പേരുകളും ആലോചനയിലുണ്ടെങ്കിലും തിരുവനന്തപുരം കേന്ദ്ര നേതൃത്വത്തിന്റെ സീറ്റാവാനാണ് സാധ്യത. മേൽക്കൈയുണ്ടെന്ന് BJP കരുതുന്ന മറ്റൊരു മണ്ഡലമായ തൃശൂരിൽ K. സുരേന്ദ്രനും AN രാധാകൃഷ്ണനും നേർക്കുനേർ നിൽക്കുകയാണ്. മണലൂരിൽ മത്സരിച്ചതു മുതൽ AN രാധാകൃഷ്ണൻ നോട്ടമിട്ടിരുന്ന സീറ്റിൽ K. സുരേന്ദ്രൻ അപ്രതീക്ഷിതമായി രംഗപ്രവേശനം ചെയ്തതാണ് തൃശൂരിലെ സന്തുലിതാവസ്ഥ തെറ്റിച്ചത്. തൃശൂരിലെ ജില്ലാ പാർട്ടിക്ക് വേണ്ടി അധ്യക്ഷൻ നാഗേഷ് സുരേന്ദ്രന് വേണ്ടി ചരട് വലിക്കുന്നു. മറ്റൊരു പ്രധാന സീറ്റായ കാസർഗോഡ് PK കൃഷ്ണദാസ്, ജില്ലാ അധ്യക്ഷൻ ശ്രീകാന്ത് എന്നിവരുടെ പേരുകൾ പരിഗണനയിലുണ്ടെങ്കിലും ഹിന്ദു ഐക്യവേദി നേതാവ് രവീശ തന്ത്രിയുടെ പേരിനാണ് മുൻതൂക്കം. കണ്ണൂരിൽ വത്സൻ തില്ലങ്കേരി മത്സരിക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾക്ക് താൽപര്യമുണ്ട്. തില്ലങ്കേരിക്ക് താൽപര്യമില്ലെങ്കിൽ മാത്രം CK പത്മനാഭൻ സ്ഥാനാർത്ഥിയായേക്കും. കണ്ണൂരിലും വടകരയിലും പ്രമുഖ RSS നേതാവ് സദാനന്ദൻ മാസ്റ്ററുടെ പേരും പരിഗണനയിലുണ്ട്. MD രമേശ് കോഴിക്കോടും BJPയുടെ ആദ്യത്തെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനെ പാലക്കാട്ടും പരിഗണിക്കുന്നുണ്ടെന്നാണ് സംഘപരിവാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. മണ്ഡലങ്ങളുടെ പ്രാധാന്യം പരിഗണിച്ച് 10 മുതൽ 20 കോടി രൂപ വരെ നൽകാൻ കേന്ദ്ര നേതൃത്വം തയ്യാറാണ്. ഈ പണവും ഇലക്ഷൻ പിരിവും മത്സരാർത്ഥികളെ മോഹിപ്പിക്കുന്നുണ്ട്. സീറ്റ് വിഭജന ചർച്ചകൾക്കായി NDA യോഗം ഈ മാസം ജനുവരി 29 ചേർന്നേക്കും. അതിനുശേഷം BJPയിലെ സീറ്റുകളുടെ ചർച്ചകളിലേക്ക് കടക്കാനാണ് നിലവിലെ ധാരണ. S. ജീവൻകുമാർ, തിരുവനന്തപുരം.